കഴിഞ്ഞ ആഴ്ചയിലെ 10 അന്താരാഷ്ട്ര വാർത്തകൾ വളരെ വേഗത്തിൽ പരിശോധിക്കുകയാണ് ടോപ്പ് 10 വേൾഡ് റാപ്പ്. ടോപ്പ് 10 വേൾഡ് റാപ്പിലെ ആദ്യത്തെ വാർത്ത അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് അമേരിക്ക. അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇൻ്റർവ്യൂകൾ തന്നെ നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ്. അപേക്ഷകരായ വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹമാധ്യമ ഇടപെടലുകൾ കർശനമായി പരിശോധിക്കുന്നതിനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ വിമർശിക്കുന്നവരും ഫലസ്തീനെ പിന്തുണക്കുന്നവരും US ക്യാമ്പസുകളിലേക്ക് തന്നെ വരേണ്ട എന്നാണ് ട്രംപ് സർക്കാർ പറയുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് ഈ നിർദ്ദേശം ഉള്ളത്. ഇനി രണ്ടാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അനുബന്ധം തന്നെയാണ്. വിദേശ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ വിസ കട്ടാകും എന്നുകൂടി അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. ക്ലാസ്സിൽ കയറിയിട്ടില്ല എങ്കിൽ വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്ന് US-ൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അനുമതിയില്ലാതെ ക്ലാസുകൾ മുടക്കുക, പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തുക, കോഴ്സുകളിൽ നിന്ന് പിന്മാറുക, ഇതെല്ലാം ചെയ്താൽ സ്റ്റുഡൻസ് വിസ റദ്ദാക്കും എന്നാണ് മുന്നറിയിപ്പ്. ഒരിക്കൽ വിസ റദ്ദാക്കപ്പെട്ടാൽ ഭാവിയിൽ വിസ ലഭിക്കുന്നതിന് വലിയ തടസ്സമുണ്ടാകും എന്നും അറിയിപ്പുണ്ട്. 2023 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം US വിസയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രം നൽകിയിരുന്നത്. ഇനി മൂന്നാമത്തെ വാർത്ത തീരുവ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ട്രംപിൻ്റെ തീരുവ യുദ്ധം കോടതി കയറിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം രാജ്യത്തെ ഫെഡറൽ കോടതിയിൽ നിന്നാണ് തിരിച്ചടി കിട്ടിയത്. മറ്റു രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി തീരുവകൾ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം ഇല്ല എന്ന് 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. വിവിധ രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തിയതിലൂടെ ഡൊണാൾഡ് ട്രംപ് അധികാര പരിധി മറികടന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ട്രംപിൻ്റെ ഈ അധിക തീരുവ അമേരിക്കയിലെ സാധാരണക്കാർ മുതൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വരെ ബാധിക്കുന്നതാണ് എന്നും കോടതി നിരീക്ഷിച്ചു. അധിക തീരുവ നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മാൻഹാട്ടനിലെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടിയുള്ള US കോടതിയാണ് ട്രംപിൻ്റെ അധിക തീരുവ വിഷയത്തിൽ നിലപാടെടുത്തത്. US കോൺഗ്രസ്സാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് കൂടി കോടതി പറഞ്ഞു. പക്ഷേ ഇതിനെതിരെ അപ്പീൽ കോടതിയെ സമീപിക്കുകയും അപ്പീൽ വാങ്ങിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ട്രംപ്. ഇനി നാലാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ മസ്ക് ട്രംപിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ട്രംപ് ഭരണകൂടത്തിൽ നിന്നും പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിലെ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ഡോജ് വകുപ്പിൽ നിന്നാണ് മസ്ക് പടിയിറങ്ങുന്നത്. നികുതിയും കുടിയേറ്റ നിയമവും സംബന്ധിച്ച നിലപാടുകളിൽ ട്രംപ് ഭരണകൂടത്തെ വിമർശിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു പടിയിറക്കം. എക്സിലൂടെയാണ് ഭരണകൂടത്തിൽ നിന്ന് പടിയിറങ്ങുന്ന വിവരം മസ്ക് അറിയിച്ചത്. ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് എന്നും മസ്ക് ആ കുറിപ്പിൽ പറയുന്നു. ഇനി അഞ്ചാമത്തെ വാർത്ത മസ്കുമായി തന്നെ ബന്ധമുള്ള മറ്റൊരു വാർത്തയാണ്. സ്റ്റാർഷിപ്പിൻ്റെ വീണ്ടും പാളിയ ദൗത്യമാണ് അഞ്ചാമത്തെ വാർത്ത. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് ദൗത്യത്തിൻ്റെ 9ാമത്തെ പരീക്ഷണവും പരാജയപ്പെട്ടിരിക്കുകയാണ്. തെക്കൻ ടെക്സസിലെ സ്റ്റാർ ബേസിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റ് മുൻ ദൗത്യങ്ങളെക്കാൾ കൂടുതൽ ദൂരം പിന്നിട്ടുവെങ്കിലും നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ വർഷം 3-ാം തവണയാണ് പരീക്ഷണം പരാജയപ്പെടുന്നത്. സ്റ്റാർഷിപ്പിൽ നിന്ന് ഡമ്മി ഉപഗ്രഹങ്ങൾ പുറത്തുവിടുന്നതും പേടകം ഭൂമിയിൽ തന്നെ തിരികെ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ താപ കവചം പരിശോധിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഇത്തവണത്തെ പരീക്ഷണത്തിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പേടകത്തിൻ്റെ വാതിൽ തുറക്കാതിരുന്നതോടെ ഡമ്മി ഉപഗ്രഹങ്ങൾ പുറത്തുവിടാൻ കഴിയാതെയായി. 6ാമത്തെ വാർത്ത അത് ഫ്രാൻസിൽ നിന്നാണ്. നോക്കാം നമുക്ക്. അവിടെ ഫ്രാൻസിൽ മാറ രോഗികൾക്ക് മരിക്കാനുള്ള അനുമതി നൽകാനുള്ള ഒരു തീരുമാനത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസ്. മാറാരോഗം ബാധിച്ച മുതിർന്നവർക്ക് നിയമവിധേയമായ സ്വയംഭരണം അനുവദിക്കുന്ന ബില്ലിന് ഫ്രാൻസിൻ്റെ പാർലമെൻറ്റായ നാഷണൽ അസംബ്ലി അംഗീകാരം നൽകിയിരിക്കുന്നു. തുടർ ചർച്ചയ്ക്കായി ഉപരിസഭയായ സെനറ്റിന് അയക്കുകയും ചെയ്തിരിക്കുന്നു. സെനറ്റിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും നാഷണൽ അസംബ്ലി ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കുക. ഇതിന് ഒരുപക്ഷെ മാസങ്ങളെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 7ാമത്തെ വാർത്ത അത് യുക്രൈനിൽ നിന്നാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. അതിർത്തി ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാനുള്ള പുതിയ ശ്രമങ്ങൾ റഷ്യ തുടങ്ങിയിരിക്കുകയാണ്. യുക്രൈനിലെ 4 അതിർത്തി ഗ്രാമങ്ങളാണ് റഷ്യൻ സേന ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. യുക്രൈനിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കുക എന്ന കാലങ്ങളായുള്ള റഷ്യയുടെ ലക്ഷ്യം, ആ നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന സുമി മേഖലയിലെ 4 ഗ്രാമങ്ങളാണ് ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരമായി റഷ്യൻ ആക്രമണം നേരിടുന്ന ഗ്രാമങ്ങൾ കൂടിയായിരുന്നു ഇത്. 8ാമത്തെ വാർത്ത അത് ഇമ്മാനുവൽ മാക്രോണുമായി ബന്ധപ്പെട്ട ഒരു കൗതുകമുള്ള ഒരു വാർത്തയാണ്. ഇമ്മാനുവൽ മാക്രോണിൻ്റെ മുഖത്ത് ഭാര്യ അടിച്ച ദൃശ്യങ്ങൾ വലിയ വൈറലാകുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. വിയറ്റ്നാം സന്ദർശനത്തിനെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ
വിമാനത്തിൽ നിന്നിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭാര്യ മുഖത്ത് പിടിച്ച് തള്ളിയ ദൃശ്യമാണ് വൈറലായത്. ഒരു നിമിഷം പിന്നോട്ട് മാറിയ ശേഷം വിമാനത്തിന്റെ വാതിലിൽ പ്രത്യക്ഷപ്പെട്ട മാക്രോൺ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഭാര്യ അതിനൊപ്പം തന്നെ പടിയിറങ്ങി വന്നുവെങ്കിലും കൈപ്പിടിക്കാൻ കൂട്ടാക്കാതെ ഭാര്യ ബ്രിജിത്ത് ഇറങ്ങി എന്നതാണ് കൗതുകമായത്. ഇരുവരും തമ്മിൽ വഴക്കാണെന്ന മട്ടിൽ വലിയ പ്രചാരണമുണ്ടായി. പക്ഷേ ഇത് തമാശയാണ് എന്നാണ് മാക്രോണിൻ്റെ പ്രതികരണം. 9ാമത്തെ വാർത്ത, അത് WHO ആസ്ഥാനത്ത് പലസ്തീൻ്റെ പതാക ഉയരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനത്ത് പതാക ഉയർത്താനുള്ള അവകാശം ഫലസ്തീൻ പ്രതിനിധി സംഘം നേടിയെടുത്തത്. മെയ് 26-നായിരുന്നു ചർച്ച. WHO വാർഷിക അസംബ്ലിയിലാണ് ഫലസ്തീൻ പതാക WHO ജനീവ ആസ്ഥാനത്തും മറ്റ് ഓഫീസുകളിലും ഉയർത്താൻ അനുവദിക്കുന്ന പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയം 95 രാജ്യങ്ങൾ പിന്തുണച്ചു എന്നത് ശ്രദ്ധേയമാണ്. 4 രാജ്യങ്ങൾ, ഇസ്രായേലും ഹംഗറിയും ചെക്ക് റിപ്പബ്ലിക്കും ജർമ്മനിയും മാത്രമാണ് എതിർത്തത്. 27 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഫലസ്തീൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ അംഗത്വത്തിനായുള്ള ശ്രമങ്ങൾക്കും അതേപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങളിൽ ഫലസ്തീന് കൂടുതൽ പങ്കാളിത്തത്തിനും പിന്തുണ നൽകുന്നതാണ് ഏതായിരുന്നാലും ഈ തീരുമാനം. 10ാമത്തേത് കൗതുകമുള്ള മറ്റൊരു വാർത്തയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ മകൾ US-ലുണ്ടോ എന്നുള്ള വലിയ അഭ്യൂഹങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ മകൾ US-ൽ ഉണ്ടെന്നും ഇവരെ നാടുകടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് US-ലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകയും ട്രംപിൻ്റെ അനുയായിയുമായ ലോറ ലൂമർ തന്നെ രംഗത്തു വന്നിരിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്നറിയിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കുവച്ച സാമൂഹിക മാധ്യമ പോസ്റ്റിലാണ് ലോറ ലൂമർ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഷീ ജിൻപിങ്ങിൻ്റെ മകൾ ഷീ മിങ്സെ 2014 കാലത്ത് ഹാർവാർഡ് സർവകലാശാലയിൽ മനഃശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പക്ഷേ അതിനുശേഷം US-ൽ തന്നെ തങ്ങുന്നു എന്ന ആരോപണം വെറും അഭ്യൂഹം മാത്രമാണ് എന്നാണ് കരുതുന്നത്. ഏതായിരുന്നാലും ഇതോടുകൂടി ഈ ആഴ്ചയിലെ വേൾഡ് വിത്ത് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.